Hello, welcome to anooptube. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് C++ലുള്ള ഫംഗ്ഷൻ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഫങ്ക്ടർ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഫംഗ്ഷൻ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഫങ്ക്ടർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണ്? ഓക്കെ, ഒരു സ്പെഷ്യൽ സാധനമാണല്ലോ. അപ്പോൾ അത് എന്തിനാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയുള്ള ടോപ്പിക്സ് അറിയണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ, ഓക്കെ, അത് മലയാളത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്യുക. എന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അപ്പുറത്തിന് ഒരു ബെല്ലൈക്കൺ ഉണ്ടായിരിക്കും, അതൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ് ഫംഗ്ഷൻ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഫങ്ക്ടർ എന്താണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ എന്താണ്, ഒബ്ജക്ട്സ് എന്താണ്, ഈ ക്ലാസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഓൾറെഡി അതിലുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വീഡിയോസ് നോക്കുക, ഞാനത് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് നമ്മൾ C++ലുള്ള ഫംഗ്ഷൻ ഒബ്ജക്ട്സ്. ഓക്കെ, ഫംഗ്ഷൻ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പരാന്തസിസ് അല്ലേ, രണ്ട് പരാന്തസിസ്, അതായത് രണ്ട് ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും. ഓക്കെ, ആ സാധനം അതിനെ നമ്മൾ ഒരു ഓപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫംഗ്ഷൻ ഒബ്ജക്ട്സ്. സിംപ്ലി അത്രേ ഉള്ളൂ. അതാണ് സിംപ്ലി ഒരു ഓപ്പറേറ്റർ. നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിങ് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അപ്പോൾ അതിനകത്ത് അതിന് പോലുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് ഇതിലും വരുന്നത്. ഇവിടെ നമ്മൾ ഓവർലോഡ് ചെയ്യുന്നതല്ല, നമ്മൾ ഇതിൽ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നതാണ് ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിൻടാക്സ് എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് നോക്കുന്ന സിൻടാക്സ് ആണ് കേട്ടോ. അപ്പോൾ സിൻടാക്സ് ആണ് നമ്മൾ നോക്കുന്നത്. സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി നമ്മളൊരു ഫംഗ്ഷൻ എഴുതുന്ന പോലെ തന്നെ അതിൻ്റെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ ടൈപ്പ് എഴുതും. ഓക്കെ, റിട്ടേൺ ടൈപ്പ് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓപ്പറേറ്ററിന് എഴുതിയതിന് ശേഷം നമ്മൾ ഒരു പരാന്തസിസ് ഇടും, ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റ് ഇടും. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റ് ഇടും. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ ആർഗ്യുമെന്റ് എന്തെങ്കിലും പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആർഗ്യുമെന്റ്സ് നമ്മൾ സാധാരണ നമ്മൾ ഒരു ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും, അതായത് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണോ നമുക്ക് അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, അതാണ് ബോഡി. ഓക്കെ, അതിനുശേഷം നമ്മൾ റിട്ടേൺ എഴുതും, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ റിട്ടേൺ വാല്യൂ എന്താണ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ എന്താണെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, ഇതാണ് ബേസിക്കലി ഉള്ള ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. ഓക്കെ, അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നൊരു ഫംഗ്ഷൻ എഴുതുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സിമ്പിളായിട്ടൊരു ക്ലാസ് ഉണ്ടാക്കാൻ പോകണം. ആഡർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ടാക്കാൻ പോകണ്ടോ. അപ്പോൾ ഈ ആഡർ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാക്കാൻ പോകണം, ക്ലാസ് ആഡർ. അപ്പോൾ ക്ലാസ് ആഡർ എന്ന് എഴുതിയതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോകണം, ഫംഗ്ഷൻ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റർ എന്ത് ചെയ്യണം, നമ്മൾ ഓവർലോഡ് ചെയ്യണം അല്ലേ, അതിനെ കോൾ ചെയ്യണം അല്ലേ. അപ്പോൾ ഡിഫൈൻ ചെയ്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആഡർ ആണ്, ഒരു ഡബിൾ ആണ് നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്ന് കൊടുക്കുന്നത് ഉദ്ദേശിക്കുന്നുണ്ടോ. അപ്പോൾ ഡബിൾ എന്ന് എഴുതി, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റർ എന്ന് എഴുതിയതിനു ശേഷം ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും ഇടുക, വീണ്ടും ഒരു ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ സിൻടാക്സ് കഴിഞ്ഞു. ഓക്കെ, ഇതിനകത്തോട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നമ്പറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇൻറ്റ് നമ്പർ 1, ഇൻറ്റ് നമ്പർ 2 എന്നതിന് ശേഷം നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റിട്ടേൺ നമ്പർ 1 പ്ലസ് നമ്പർ 2 എന്ന് എഴുതി. ഓക്കെ, ബേസിക്കലി നമുക്ക് രണ്ട് നമ്പർ വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുക, ബേസിക്കലി അതിനെ റിട്ടേൺ പ്ലസ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ബേസിക്കലി അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ ഒബ്ജക്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അതിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിനെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം, അതായത് ആഡറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ആഡറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, ആഡറിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഇനി നമുക്ക് ഇതിന് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിൻടാക്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ് നമ്മൾ ഉണ്ടാക്കാറിയാലോ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫംഗ്ഷൻ ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫങ്ക്ടർ കോൾ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം, OBJ എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഈ ഫങ്ക്ടറിനെ കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, OBJ എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫംഗ്ഷൻ്റെ പേര് കോൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും. ആർഗ്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി കോൾ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആഡറിൻ്റെ ഫങ്ക്ടറിനെ നമ്മൾ എങ്ങനെ കോൾ ചെയ്യാൻ പറ്റും, നമ്മൾ 2 വാല്യൂ കൊടുക്കുക അല്ലേ, 45,
50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു വാല്യൂ റിട്ടേൺ ചെയ്ത് കിട്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡബിൾ റിസൾട്ട് ഈക്വൽ ടു എ ഓഫ് നേതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, അതിനെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചാണ് std c out of result res. ഓക്കെ, അപ്പോൾ അത്ര ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയുണ്ട് ബേസിക്കലി നമുക്ക് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഞാൻ കരുതുന്നു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലി ഒരു ഫങ്ക്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. g++ ഫംഗ്ഷൻ ഒബ്ജക്ട്സ് ഡോട്ട് CPP. ഓക്കെ, അതിനുശേഷം ./a ഡോട്ട് ഔട്ട് എന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തിട്ടും റിസൾട്ട് 95 എന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലേ, സിമ്പിളായിട്ട് കിട്ടിയല്ലോ. ഇത്രേ ഉള്ളൂ നമ്മളൊരു ഫംഗ്ഷൻ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യാനുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്ലാസ് കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആഡർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സബ് എന്ന് എഴുതി. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോകണം, ഒരു ഫംഗ്ടർ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഞാൻ വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇത് കാണിക്കുകയാണ്. റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കും, ഡബിൾ ആണ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേറ്റർ എഴുതി എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു, സാധാരണ നമ്മൾ പാരാന്തസിസ് എഴുതി വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഒരു പാരാന്തസിസ് എഴുതിയതിനു ശേഷം നമ്മൾ 2 ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തു. അപ്പോൾ 2 ആർഗ്യുമെൻറ്റ് എന്താണ്, അപ്പോൾ ഡബിൾ എഴുതി, ഡബിൾ എ കോമ ഡബിൾ ബി എഴുതി. ഓക്കെ, നേരത്തെ നമ്പർ 1 നമ്പർ 2 എഴുതി. അതിന് പക്ഷേ ഞാൻ സിമ്പിളായിട്ട് എന്ത് ചെയ്തു, ഡബിൾ എ ഡബിൾ ബി എഴുതി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, റിട്ടേൺ എ മൈനസ് ബി എഴുതി. ഓക്കെ, അപ്പോൾ സിമ്പിൾ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ ഒരു ഒബ്ജക്റ്റ് ഞാൻ ഡിഫൈൻ ചെയ്തു അല്ലേ. സിമ്പിളായിട്ട് ഞാൻ അതിനെ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അപ്പോൾ അതിനെ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇത് ആഡറിന് ഉണ്ടാക്കിയ പോലെ തന്നെ സബിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയാൽ മതി. സബ് എന്ന് എഴുതി, അതിനുശേഷം എസ് എന്ന് എഴുതി, അതിനുശേഷം ഡബിൾ റിസൾട്ട് 1 ഈക്വൽ ടു എസ് ഓഫ് എന്ത് കൊടുത്താൽ മതി, 2 ഒബ്ജക്റ്റ് കൊടുത്താൽ. അപ്പോൾ 90 മൈനസ് 90 കോമ 20 ഞാൻ കൊടുത്തു. അപ്പോൾ 70 നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം അല്ലേ, അപ്പോൾ കിട്ടണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ റിസൾട്ട് 1 റിസൾട്ട് 2 എന്നാക്കി, അതിനുശേഷം res 1 എന്നാക്കി. അപ്പോൾ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടണം, എന്താ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, g++ എഴുതി, അതിനുശേഷം ഔട്ട് പോകണ്ട 70 കിട്ടിയാലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു ഫംഗ്ഷൻ ഒബ്ജക്ട്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതും അതിനെ കോൾ ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോസോ അതേമാതിരി പ്രീവിയസ്ലി നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നമ്മൾ ഒട്ടുമിക്ക C++ൻ്റെ കൺസെപ്റ്റുകളെല്ലാം നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, ബൈ.